ദേവ് ട്രാവൽ വേൾഡിൻ്റെ 169ാമത്തെ വീഡിയോ. കേരളത്തിലെ ഏക മുസ്ലിം രാജ്യമായിരുന്ന അറക്കൽ രാജവംശത്തിൻ്റെ ചരിത്രാവശിഷ്ടങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന അറക്കൽ കൊട്ടാരത്തിലേക്കാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാരം ഇന്ന് മ്യൂസിയമായി പ്രവർത്തിക്കുന്നു. കണ്ണൂരിനു പുറമെ ലക്ഷദ്വീപും മാലിയുടെ ചില പ്രദേശങ്ങളും ഈ രാജഭരണത്തിന് കീഴിലായിരുന്നു. നൂറ്റാണ്ടുകളോളം ഇവിടം ഭരിച്ച ഈ രാജവംശത്തിൻ്റെ വംശാവലി ചരിത്രരേഖയാണ് ഈ ബോർഡിൽ നൽകിയിട്ടുള്ളത്. മരുമക്കത്തായ സമ്പ്രദായം നിലനിന്നിരുന്ന ഈ രാജവംശത്തിൽ പുരുഷനായാലും സ്ത്രീയായാലും തലമുതിർന്ന ആളിനായിരുന്നു അധികാരം നൽകിയിരുന്നത്. അധികാരത്തിലിരുന്ന പുരുഷന്മാരെ അലിരാജ എന്നും സ്ത്രീകളെ അറക്കൽ ബീവി എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. ശക്തമായ നാവികസേന ഉണ്ടായിരുന്ന ഈ രാജവംശത്തിൻ്റെ കാലത്ത് കടൽ വ്യാപാരവും നല്ല നിലയിൽ വളർന്നു വന്നു. കണ്ണൂർ കോട്ട ഡച്ചുകാരിൽ നിന്നും കൈവന്നതോടെ ഇവരുടെ ഖ്യാതി ഏറെ വർദ്ധിച്ചു. AD 1663 ഡച്ചുകാരിൽ നിന്നും വാങ്ങിയ കൊട്ടാരമാണ് ഇന്ന് മ്യൂസിയമായി പ്രവർത്തിക്കുന്നത്. ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ചതുമായി ബന്ധപ്പെടുത്തി ഈ കുടുംബത്തിൻ്റെ വേരുകൾ 7ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കോലത്തിരി രാജവംശത്തിലെ മന്ത്രിയായിരുന്ന അരയൻകുളങ്ങര നായർ ഇസ്ലാം മതം സ്വീകരിച്ച് ഒരു രാജകുമാരിയെ വിവാഹം ചെയ്തതോടെ രാജവംശം തുടങ്ങിയതാണെന്ന് പരമ്പരാഗതമായി പറയപ്പെടുന്നു. ചില ചരിത്രകാരന്മാർ ഈ രാജവംശം 1545 ഒരു സ്വതന്ത്ര രാജവംശമായി സ്ഥാപിക്കപ്പെട്ടതാണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1947 ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ഈ രാജവംശത്തിന് കേന്ദ്ര സർക്കാരിൽ നിന്നും മാലിഖാൻ എന്ന പേരിൽ പെൻഷൻ ലഭിക്കുന്നുണ്ട്. അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളെല്ലാം തന്നെ ഒട്ടും പ്രൗഢി നഷ്ടപ്പെടാതെ ഇന്നും ഈ മ്യൂസിയത്തിൽ സംരക്ഷിച്ചു പോരുന്നുണ്ട് എന്നത് വലിയൊരു കാര്യമാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.